മഹാരാഷ്ട്രയിൽ ആര് മുഖ്യമന്ത്രിയാകുമെന്ന കാര്യത്തിൽ നാളെ പ്രഖ്യാപനമുണ്ടായേക്കുമെന്ന് സൂചന. മഹായുതി സഖ്യകക്ഷി നേതാക്കൾ ഡൽഹിയിൽ വെച്ച് അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സർക്കാർ രൂപീകരണത്തിൽ തീരുമാനമായതായും മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും കാര്യത്തിൽ നാളെ പ്രഖ്യാപനമുണ്ടായേക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ദേവേന്ദ്ര ഫഡ്നാവിസ്, ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ എന്നിവരാണ് വ്യാഴാഴ്ച രാത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയത്. അർദ്ധരാത്രിയിൽ അവസാനിച്ച യോഗം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപുള്ള അന്തിമ യോഗമാകുമെന്നാണ് കരുതുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അന്തിമ അനുമതി മാത്രമേ ഇനി പ്രഖ്യാപനത്തിന് ആവശ്യമുള്ളൂ എന്നാണ് റിപ്പോർട്ട്. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ താനൊരു തടസ്സമാകില്ലെന്നും പ്രധാനമന്ത്രിയും ബി.ജെ.പി. കേന്ദ്ര നേതൃത്വവും എന്ത് തീരുമാനിക്കുന്നുവോ അതിന് അനുസൃതമായി മുന്നോട്ടു പോകുമെന്നും ഏക്നാഥ് ഷിൻഡെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതോടെ പ്രതിസന്ധി ഏകദേശം അയഞ്ഞിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ബി.ജെ.പിക്ക് മുഖ്യമന്ത്രി സ്ഥാനവും സഖ്യകക്ഷികളായ ശിവസേനയ്ക്കും എൻ.സി.പിക്കും ഉപമുഖ്യമന്ത്രി പദവിയും ലഭിച്ചേക്കും. ദേവേന്ദ്ര ഫഡ്നാവിസ് അടുത്ത മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകാനാണ് സാധ്യതയെങ്കിലും 288 എം.എൽ.എമാരിൽ ഭൂരിഭാഗവും മറാത്ത കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരായതിനാൽ ജാതീയമായ ചില സമവാക്യങ്ങളും ബി.ജെ.പി. പരിഗണിക്കുന്നതായി സൂചനയുണ്ട്. ബ്രാഹ്മണ സമുദായത്തിൽ നിന്നുള്ള നേതാവാണ് ഫഡ്നാവിസ്. പാർട്ടിയുടെ മുതിർന്ന നേതാവ് വിനോദ് താവ്ഡെയുമായി ഷാ ഈ വിഷയത്തിൽ കൂടിയാലോചന നടത്തിയെന്നും NDTV റിപ്പോർട്ട് ചെയ്തിരുന്നു. നേരത്തെ സംവരണ പ്രക്ഷോഭത്തിനിടെ മറാത്ത നേതാവ് മനോജ് ചാരംഗെ പാട്ടീൽ ഫഡ്നാവിസിനെ മറാത്ത വിദ്വേഷി എന്നായിരുന്നു വിശേഷിപ്പിച്ചത്. ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുന്നതിനു മുൻപ് എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കാനാണ് ബി.ജെ.പി. നീക്കം നടത്തുന്നത്. ഫഡ്നാവിസിനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്താൽ ഏക്നാഥ് ഷിൻഡെയ്ക്ക് എന്ത് പദവി നൽകുമെന്നതും പ്രധാന ചോദ്യമാണ്. ദേവേന്ദ്ര ഫഡ്നാവിസിന് കീഴിൽ ഉപമുഖ്യമന്ത്രിയാകുക അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയാകുക എന്നീ സാധ്യതകളാണ് ഏക്നാഥ് ഷിൻഡെയ്ക്ക് മുന്നിലുള്ളത്. മുഖ്യമന്ത്രി പദം നഷ്ടമാകുമെങ്കിലും ഷിൻഡെ സംസ്ഥാനത്ത് തന്നെ പ്രവർത്തിക്കണമെന്നാണ് പാർട്ടിയിലെ ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഉപമുഖ്യമന്ത്രി പദം ഏറ്റെടുത്തേക്കും. എൻ.സി.പി. നേതാവ് അജിത് പവാർ ആയിരിക്കും മറ്റൊരു ഉപമുഖ്യമന്ത്രി. അതേസമയം 145 സീറ്റിൽ മത്സരിച്ച് 132 ഇടത്തും ജയിച്ച ബി.ജെ.പിയാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷി. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിന്നോട്ടില്ലെന്നാണ് ബി.ജെ.പി. പറയുന്നത്. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ ബി.ജെ.പിക്കാണ് മുഖ്യമന്ത്രി സ്ഥാനമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ ബീഹാറിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടും ബി.ജെ.പി. മുഖ്യമന്ത്രി സ്ഥാനം ജെ.ഡി.യുവിന് വിട്ടുകൊടുത്തിരുന്നു. ഇതേ ഫോർമുല മഹാരാഷ്ട്രയിലും വേണമെന്നാണ് ശിവസേന പറയുന്നത്. എന്നാൽ ഇത് അംഗീകരിക്കില്ല എന്ന് ബി.ജെ.പിയും വ്യക്തമാക്കിയിരുന്നു. ബീഹാറിലെ സാഹചര്യമല്ല മഹാരാഷ്ട്രയിലേതെന്നാണ് ബി.ജെ.പി. പറഞ്ഞത്. മഹാരാഷ്ട്രയിൽ ബീഹാർ മാതൃക പിന്തുടരാൻ പോകുന്നില്ലെന്ന് ബി.ജെ.പി. ദേശീയ വക്താവ് പ്രേം ശുക്ല വ്യക്തമാക്കിയിരുന്നു.